കഴിഞ്ഞ ദിവസങ്ങളിലെ ആൻമരിയ എന്നും പറഞ്ഞ് ഒരു മോള് സാക്ഷ്യം പറഞ്ഞു. അത് ലേഡിയാണ്. ലേഡിയുടെ സാക്ഷ്യങ്ങൾ എനിക്കിഷ്ടപ്പെട്ടത്, ആൻമരിയ ടൊറൻറ്റോയിൽ താമസിക്കുന്ന ആളാണ്, നമ്മുടെ മലയാളിയാണ്. അപ്പോൾ ടൊറൻറ്റോയിൽ നിന്ന് അവർക്ക് പെട്ടെന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടി വന്നു ലണ്ടനിലേക്ക്. ടൊറൻറ്റോയിലും ലണ്ടനിലും ഇവൾ ചെയ്തിരുന്ന 2 കാര്യങ്ങളുണ്ട്. എന്താണ്? കൃപാസനം ഇംഗ്ലീഷ് പത്രം എടുത്തിട്ട് എല്ലാ സായിപ്പുമാരെയും വായിച്ച് കേൾപ്പിക്കും. അതാണ് എന്തുമാത്രം പ്രേക്ഷിതരാണെന്നറിയാം ലോകം മുഴുവനും. എല്ലാ രാജ്യത്തും ചെന്നാലും, ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞത് നിങ്ങളോട് സിംഗപ്പൂരിലായിരുന്നെന്ന്, എവിടെ ചെന്നാലും വലിയ വലിയ പ്രേക്ഷിതരെ കാണാൻ നമുക്ക്. എനിക്ക് പോലും അവരെ വ്യക്തിപരയുടെ പേര് പോലും അറിയാൻ പാടില്ല. പക്ഷേ അവർക്കറിയാം. ജോസഫ് അച്ഛനെ അറിയണമല്ല വിഷയം, അവരറിയേണ്ട ആളെ വൃത്തിയും മെനയുമായിട്ട് അറിഞ്ഞിട്ടുണ്ട്. അതിനുവേണ്ടി അവർ കർത്താവുമായിട്ടുള്ള സ്വകാര്യമായ റിലേഷനിൽ അവർ അപ്പോൾ കൂട്ടുകാരൊക്കെ പറയും, ആൻമരിയ നീ ഒരു വട്ടാണെന്ന് തോന്നണേ, ഈ വെള്ളക്കാരനെ ഇംഗ്ലീഷ് പേപ്പർ വായിച്ച് കേൾപ്പിക്കാവല്ലോ. അപ്പോൾ ഈ കൂട്ടുകാരൊക്കെ ഇവരെ ഒറ്റപ്പെടുത്തും. എന്നാലും ആൻമരിയ ഈ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. എന്താ കാര്യം? നമ്മൾ പണ്ട് ഒക്കെ ഇവിടെ വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. യൂറോപ്പിൽ 2003 ഒരു വർഷം മുഴുവനും, മാതാവ് പ്രത്യക്ഷപ്പെട്ട 2004 അപ്പോൾ അതിന് മുമ്പ് ഒരു വർഷം മുഴുവനും നമ്മുടെ കൃപാസനത്തിൻ്റെ വാതിക്ക് ഞാൻ എപ്പോഴും പറയും, ഒരു കൂടാരം കെട്ടി അതിൻ്റെ അകത്ത് കയറി 365 ദിവസം ഇരുന്ന് ഗ്രൂപ്പുകൾ മാറി മാറി ജവമാല ചൊല്ലിക്കൊണ്ടിരിക്കും. അതെന്തിനാ ജവമാല ചൊല്ലിയത്? യൂറോപ്പിൻ്റെ കെട്ടുപോയ വിശ്വാസം തിരിച്ചു കിട്ടാൻ, ചൈന മാനസാന്തരപ്പെടാൻ, ഗൾഫിലെ ആൾക്കാർക്ക് ഔദ്യോഗികമായ ഒരു പള്ളി ലഭിക്കാൻ, കുർബാന ചെല്ലാൻ. കാര്യം കുർബാന കൂടാൻ പറ്റാതെ എന്തുമാത്രം മനുഷ്യരാണ് സങ്കടപ്പെട്ട് വേദനിച്ച് ഗൾഫ് രാജ്യങ്ങളിൽ നടക്കുന്നത്. എവിടെയെങ്കിലും കുർബാന ഒരു വീട്ടിൽ രഹസ്യമായിട്ടുണ്ടെന്ന് കേട്ടാൽ അവർ 90 കിലോമീറ്ററൊക്കെ സഞ്ചരിച്ചാണ് ആ കുർബാനയ്ക്ക് ചെന്ന് ചാടണത്. പോലീസ് പിടിക്കട്ടെന്നും പറഞ്ഞുകൊണ്ട്. അങ്ങനെയൊക്കെയാണ് മനുഷ്യൻ ജീവിക്കണത്. അപ്പം അവിടെയൊക്കെ ഇതുപോലെ ആകാൻ വേണ്ടി നമ്മൾ 2003 പ്രാർത്ഥിക്കുന്നതാണ് തൊട്ടേ. അതൊക്കെ മുമ്പേ പ്രാർത്ഥിക്കുകയായിരുന്നു. 90 തൊട്ട് 2000 വരെ കൊച്ചി മുതൽ പുന്നപ്പുറ വരെ ജവമാന സഖ്യങ്ങളുണ്ടായിരുന്നു കൃപാസനത്തിന്. അവിടെയും എല്ലാം ക്രിസ്തുവിനെ അറിയാത്തവർ അറിയിക്കണം, അറിഞ്ഞവരെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഈ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നത്. അങ്ങനെ ആഴപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ കർത്താവ് അന്ന് നടത്തിയ മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കാണ് ഉത്തരം കിട്ടിയത്. ഒന്ന്, മാതാവ് നേരിട്ട് വന്ന് നമ്മളെ സന്ദർശിച്ചു. 2ാമത്, സന്ദർശനം കഴിഞ്ഞ് പോയപ്പോൾ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായിട്ട് ഉടമ്പടി പ്രാർത്ഥന തന്നു. കൈയടിച്ച് ശ്രദ്ധിക്കട്ടെ. ഒരുമിച്ച് ആനന്ദത്തിൽ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പൊ കർത്താവിന്റെ കാര്യം ഈ കൂട്ടുകാരെല്ലാം എതിർത്തിട്ടും സ്വന്തമായി ഇങ്ങനെ ഏറ്റെടുത്ത് നടത്തിയപ്പോൾ കർത്താവ് എന്താ ചെയ്തതെന്നറിയാം? ആൻമരിക്ക് 2nd സ്റ്റെപ്പ് കൊടുത്തു. ആദ്യം എന്താണ്? നമുക്ക് എല്ലാവരും കിട്ടുന്നതാണ് അനുഗ്രഹത്തിൻ്റെ ലെവല്. 2ാമത്തത് എന്താണ്? അഭിഷേകം. അതെപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം. നമ്മുടെ വളർച്ച പരിശോധിക്കാൻ എപ്പോഴും നല്ല, ക്രിസ്തീയമായി നീ വളർന്നോ എന്നറിയാനുള്ള ഏറ്റവും വലിയ മാർഗം നീ അനുഗ്രഹത്തിൻ്റെ ലെവലിൽ നിന്ന് ലെവൽ ചേഞ്ചായോ എന്ന് നോക്കണം. ലെവൽ ചേഞ്ചായെന്ന് പറയാൻ കാരണം, ഇപ്പം
ഇപ്പം ടൊറൻറ്റോയിൽ താമസിക്കുമ്പോൾ ഈ അൻമേരിക്കും ജോസും അവർക്ക് 3 വയസ്സുള്ളൊരു കുഞ്ഞും പിന്നെ മറ്റേൻ്റെ ലീവിൽ 1 വയസ്സ് കട്ടിയുള്ളൊരു കൊച്ചും ഉണ്ടായിരുന്നു. അപ്പം ഈ 2 കുഞ്ഞുങ്ങളുടെ ഇടയ്ക്ക് വെച്ച് ഇവരുടെ ജോലി മിസ്സായി. അതാണ് വിഷയം. 2 കുഞ്ഞുങ്ങളെ കിട്ടിയപ്പോഴേ അതിൻ്റെ ഒരു ഭാഗമായിട്ട് ഇവർക്ക് ജോലി നഷ്ടപ്പെട്ടു പോയി. അൻമരിയ പറയണേ, ഞങ്ങൾ ലണ്ടനിലേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ വിചാരിച്ചു. ലണ്ടനിലേക്ക് പോകുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും ജോലിയില്ല. എന്നിട്ട് ആൻമരി പറയണ ഒരു വാക്കുണ്ട്, അവൾ തന്നെ അറിഞ്ഞുകൊണ്ട് പറയണമെന്ന് നമുക്കറിയത്തില്ല, എനിക്കൊരു ഭയവും തോന്നിയില്ലെന്ന്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. മഹത്വം, ആത്മധൈര്യത്തിന്റെ അഭിഷേകം ഒരുമിച്ച് ആനന്ദത്തിൽ സന്തോഷത്തോടെ ആരാധന. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇതാണ് ആത്മീയതയുടെ സെക്കൻഡ് ലെവൽ എന്ന് പറയുന്നത്. ഹസ്ബൻഡിനും ജോലി നഷ്ടപ്പെട്ടിരിക്കുന്നു. അവരെ ഒരു പരിചയമില്ലാത്ത പുതിയൊരു സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുന്നു. ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യേണ്ടി വരുമ്പോൾ ഉത്കണ്ഠ, ഭയം, സങ്കടം, നിരാശ, കുറേ ലോക അരൂപികൾ ഉണ്ടാകേണ്ടതാണ്. നീ ലോക അരൂപിയാലാണ് നയിക്കപ്പെടുന്നതെങ്കിൽ ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ നിനക്ക് ഈ 3 വികാരം ഉണ്ടാവും. എന്തൊക്കെയാണ്? ഭയം, നിരാശ, സങ്കടം, ഭാവിയെക്കുറിച്ച് ഉത്കണ്ഠ. അതിനൊരു ആൻമരിയ എന്താ പറയണത്? ഞങ്ങൾക്കൊരു ഭയവും തോന്നിയില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? അവർ അഭിഷേക ലെവലിലാണ്. ഇതാണ് വിഷയം. അനുഗ്രഹത്തിനേക്കാൾ കൂടിയവർ. ഇത് എപ്പോഴും വരണ ഒരു വിഷയം. ഈ അഭിഷേക ലെവലിലാകണമെങ്കിൽ നമ്മളെ ഏറ്റവും സഹായിക്കുന്ന കണ്ടന്റ് എന്താണെന്നറിയാവോ? പ്രേക്ഷിത പ്രവർത്തനമാണ്. അതെപ്പോഴും ഓർത്തേക്കണം. പരിശുദ്ധ അമ്മ മാതാവ് വഴി ഈശോ തന്ന അനുഗ്രഹത്തിന് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സോഫിയ. ഞാൻ UK നിന്ന് വരുവാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ജനുവരി 19, 2023 ഉടമ്പടി എടുക്കാൻ കാരണമായത് ഇതുപോലെ വിസിറ്റ് വിസയിൽ UK പോകാൻ വേണ്ടിയാണ്. അതിന് ഒത്തിരി തടസ്സങ്ങളുണ്ടായിരുന്നു. എൻ്റെ അനിയത്തിക്ക് അവിടെ പോകാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ അനിയത്തിക്ക് അവിടെ വെച്ച് അസുഖം ഉണ്ടാവുകയും അവളെ നോക്കാൻ ആരും ഇല്ലാതെ ആവുകയും വരികയും ചെയ്തപ്പം എനിക്ക് അവിടെ പോകാൻ വേണ്ടി വിസിറ്റ് വിസയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയായിരുന്നു. അങ്ങനെ കുറേ ഏജൻസി ഞാൻ സമീപിച്ചു. അവർ പറഞ്ഞു എനിക്ക് ഡോക്യുമെൻറ്റ്സ് ഒന്നും ഇല്ല, പോകാൻ പറ്റത്തില്ല, അങ്ങനെയൊക്കെയുള്ള കുറേ കാരണങ്ങൾ പറഞ്ഞു. അന്ന് ഞാൻ ഒരു യൂട്യൂബ് ഒരു പേജിൽ കൂടെ ഒരു ചേച്ചിയെ പരിചയപ്പെടുകയും ആ പുള്ളിക്കാരി എല്ലാ പേപ്പേഴ്സ് റെഡിയാക്കി തരാമെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ UK പോവുകയും ചെയ്തു. അവിടെ വെച്ച് ഞാൻ ഇങ്ങനെ ജോബ് വിസയെ പറ്റി അറിയുകയും ഒരു പുള്ളിയെ പരിചയപ്പെടുകയും ആ പുള്ളിക്ക് 10 ലക്ഷം രൂപ കൊടുക്കുകയും ചെയ്തു. ആ പുള്ളി വിസ തരാമെന്ന് പറഞ്ഞാണ് ഞാൻ കൊടുത്തത്.
പക്ഷേ ഞാൻ അവിടുന്ന് 6 മാസത്തിനുള്ളിൽ ഞാൻ തിരിച്ചിവിടെ വന്നു. ഇവിടെ വന്ന് കഴിഞ്ഞാൽ പുള്ളിയെ കോൺടാക്റ്റ് ചെയ്യുകയും ചെയ്തു. എന്തായി വിസ ഇൻ്റർവ്യൂ എന്നാ? പുള്ളി വന്ന് നെക്സ്റ്റ് മന്ത് അങ്ങനെ ഓരോ മാസവും നീണ്ടുപോയി. അങ്ങനെ എനിക്ക് അവസാനം ഞാൻ പുള്ളിയെ ഒരു ദിവസം വിളിച്ചപ്പോൾ പുള്ളി ഫോൺ എടുക്കാതായി. 2 ദിവസം 3 ദിവസം അങ്ങനെ കുറേ ദിവസം ഞാൻ ട്രൈ ചെയ്തു, പുള്ളി എടുക്കുന്നില്ല. അവസാനം ഞാൻ പുള്ളിയുടെ വീട്ടിൽ തന്നെ പോകാമെന്ന് വിചാരിച്ചു. പുള്ളിയുടെ വീട് തൊടുപുഴയായിരുന്നു. അങ്ങനെ എനിക്ക് പുള്ളിയുടെ അഡ്രസ്സോ കാര്യങ്ങളോ ഒന്നുമില്ല, ജസ്റ്റ് ഒരു ഫോൺ നമ്പർ പേരും മാത്രം അറിയാം. അത് വേറൊരു പരിചയക്കാരൻ വഴി പരിചയപ്പെട്ടതാണ്. അങ്ങനെ ഞാൻ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഞാനിങ്ങനെ വിഷമിച്ചിരിക്കുമ്പം എനിക്ക് ആകപ്പാടെ പുള്ളിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസ് മാത്രമാണുള്ളത്. ആ അക്കൗണ്ട് ഡീറ്റെയിൽസ് വെച്ച് ഞാൻ ബാങ്കിൽ പോയി, മണിമല ബാങ്കിൽ. അവിടെ പോയപ്പം അങ്ങനെ ആർക്കും ഡീറ്റെയിൽസ് അങ്ങനെ കൊടുക്കുന്നതല്ല. പക്ഷേ എന്തുകൊണ്ടോ മാതാവിൻ്റെ ഈശോയുടെ ഒരു അനുഗ്രഹത്താൽ എനിക്ക് ആ മാനേജർ എനിക്ക് എല്ലാ ഡീറ്റെയിൽസ്, ആ പുള്ളിയുടെ വീട്ടുപേര് സഹിതം എനിക്ക് ആ ഡീറ്റെയിൽസ് തന്ന് എനിക്ക് അന്ന് 3 മക്കളാണ്. ആ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഞാൻ ആ ദിവസം തന്നെ ഞാൻ അവരുടെ വീട്ടിൽ പോവുകയും അവിടെ ചെന്നപ്പോൾ അതിനേക്കാട്ടിൽ വലിയൊരു അവസ്ഥയാണ്. ഒരു പാവം ഒരു അപ്പനും അമ്മയും മാത്രം. അവരടുത്ത് മോൻ പല തട്ടിപ്പുകൾ നടത്തുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷെ നമുക്കതൊന്നും അറിയത്തില്ലായിരുന്നു. മോൻ പുള്ളി കുറേ തട്ടിപ്പ് നടത്തി. അങ്ങനെ കുറേ ആൾക്കാരുടെ കയ്യിൽ നിന്ന് വിസയിൽ കാശ് മേടിച്ച് പുള്ളി അവിടെ UK സെറ്റിലായതെന്ന് ഞാൻ അവിടെ ചെല്ലുന്ന നിമിഷമാണ് അറിയുന്നത്. അങ്ങനെ എനിക്ക് ആകെപ്പാടെ കരച്ചിലായി. അത് എൻ്റെ അപ്പന്മാർ തന്ന കാശാണ്. അവരങ്ങനെ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, നിനക്ക് ജോലിക്ക് പോകാൻ വേണ്ടിയല്ലേ എന്ന് പറഞ്ഞ് തന്ന കാശാണ്. ആ കാശാണ് പോയത്. അങ്ങനെ ഞാൻ വിഷമിച്ച് ഇവിടെ വന്നു. ഞാൻ വീണ്ടും ഉടമ്പടി എടുത്തു. എനിക്ക് അച്ഛനെ കാണാനോന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ എനിക്ക് അച്ഛനെ കാണാൻ കിട്ടി. എൻ്റെ കയ്യിൽ കുറേ ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നു. ഈ വിസയുടെ തന്നെ ആ പുള്ളി അയച്ചെന്ന് പറ്റിച്ച കുറേ പേപ്പേഴ്സ്, പിന്നെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ്. അതായത് ഞാൻ ആ പുള്ളിക്ക് ഓരോ പ്രാവശ്യം പുള്ളി പറയുമ്പോൾ ഇട്ട് കൊടുത്ത കാശിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെൻറ്റ്സ് കൊണ്ട് ഞാനിവിടെ വന്നു, അച്ഛനെ കാണാൻ നിന്നു. എൻ്റെ കയ്യിൽ ആ ഒഴുകെട്ട് ഡോക്യുമെൻറ്റ്സ് ഉണ്ടായിരുന്നതിൽ അച്ഛൻ എൻ്റെ ആ ഒരു ഡോക്യുമെൻറ്റ്സ് മാത്രം, ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആ ഡോക്യുമെൻറ്റ്സ് മാത്രമാണ് എടുത്തത്. അച്ഛൻ എന്നിട്ട് അത് മാതാവിൻ്റെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിക്കുകയും ചെയ്തു. എന്നിട്ട് എനിക്ക് ഒരു ലോക്കറ്റ് തരികയും ചെയ്തു. അതിനൊരു ദിവസം മുന്നേ ഇങ്ങനെ ഫുൾ കരച്ചിലും പ്രാർത്ഥനയാണ്. എന്നാൽ ഞാൻ MBA കഴിഞ്ഞിട്ട് 10 വർഷമായി. ഞാനങ്ങനെ ജോലിക്ക് ഞാൻ പോയില്ല. അങ്ങനത്തെ ഉള്ളൊരു ഇതുമുണ്ട്. അങ്ങനെ ഇത് എൻ്റെ അവസാനത്തെ ഒരു ആഗ്രഹം ഇതാണ്, UK പോകണം, അവിടെ പോയി സെറ്റിൽ ആവണമെന്നുള്ളത്. അങ്ങനെ ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടു. അതിൻ്റെ തലേദിവസം എനിക്കിതുപോലെ ഒരു ദർശനം ഉണ്ടായി. ഞാൻ വീട്ടിലിരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പം ഇതുപോലെ ഞാൻ സ്വപ്നത്തിൽ കാണുവാണ് ജോസഫ് അച്ഛൻ എനിക്ക് വേണ്ടി മുട്ടുകുത്തി മാതാവിൻ്റെ അടുത്ത് ഒരു പേപ്പർ എടുത്ത് പ്രാർത്ഥിക്കുന്നതായിട്ട് ഞാൻ കണ്ടു. പക്ഷെ അത് തന്നെ നെക്സ്റ്റ് ഡേ ഞാനിവിടെ രാവിലെ വന്നു, അച്ഛനെ കാണാൻ കിട്ടി. അന്നേരം അച്ഛൻ ആ ഒരു പേപ്പർ തന്നെയാണ് എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് പ്രാർത്ഥിക്കുകയും ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിൽ പോയി. അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ അനിയത്തി ഇതുപോലെ പറഞ്ഞു, ഞാൻ വേറൊരാളെ പരിചയപ്പെട്ടു, പുള്ളി വിസ തരാമെന്ന് പറഞ്ഞു. പക്ഷെ പുള്ളി 20 ലക്ഷം ചോദിക്കുന്നത്. ഞാൻ പറഞ്ഞു 20 ലക്ഷം ഇനി എവിടെ നിന്ന് എടുക്കാൻ? ഇപ്പം തന്നെ അപ്പനും എല്ലാം സഹായിച്ചാണ് ഈ 10 ലക്ഷം അറേഞ്ച് ചെയ്തത്. ഇനി 20 ലക്ഷം എവിടെ നിന്ന് കൊടുക്കാനാണെന്ന് ഞാൻ ചോദിച്ചു. അവൾ പറഞ്ഞു സാരമില്ല, നമുക്ക് എങ്ങനെയും. പക്ഷെ പുള്ളി പറയുന്നത് വിസ തരാം, സ്പോൺസർഷിപ്പും തരാം, കാശ് പതുക്കെ കൊടുത്താൽ മതിയെന്നാണ്. അത് ഞാൻ പറഞ്ഞു ശരി, ഞാൻ എങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കാം. അങ്ങനെ ഞാനാണെങ്കിൽ ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് നൈറ്റ് തന്നെ ഒരു പൈസ പോലും കൊടുക്കാതെ പുള്ളി എനിക്ക് സ്പോൺസർഷിപ്പ് എൻ്റെ മെയിലിൽ, ഇവിടുത്തെ സമയം രാത്രി 12 മണി ആയപ്പം എൻ്റെ മെയിലിനകത്ത് വരികയും ചെയ്തു. അത് കഴിഞ്ഞ് ആ പുള്ളിക്ക് കുറേശ്ശെ കാശ് കൊടുക്കുകയും അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് സ്പോൺസർഷിപ്പ് കിട്ടിയും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞുങ്ങളും ഞങ്ങൾ 5 പേർക്ക് ഫാമിലി വിസയോടുകൂടി ഞങ്ങൾക്ക് UK പോകാൻ സഹായിച്ചു. അത് കഴിഞ്ഞ് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടാണെങ്കിൽ കുറേ പ്രോബ്ലംസ്. അതായത് എൻ്റെ കുഞ്ഞുങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ 7, 5, 3 വയസ്സുള്ളൂ. എൻ്റെ കുഞ്ഞ് ഇവിടുന്ന് പോകുമ്പോൾ അവന് 1.5 വയസ്സേ ഉള്ളൂ. അന്നേരം അവനെയും കൊണ്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജോലി അവർ രാവിലെ വിളിച്ചു കുറേ പോകണം, വെളുപ്പിനെയൊക്കെ വിളിക്കുന്നവർ, ഇന്ന അടുത്ത് പോകണം, എടുക്കണം, അങ്ങനെയൊക്കെ പറഞ്ഞ് ഭയങ്കര ഒത്തിരി ബുദ്ധിമുട്ടുകൾ. അന്ന് ഞാൻ ഈശോയോട് വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോയെ എന്തുകൊണ്ട് ഈ 3 കുഞ്ഞുങ്ങളെ, അവിടുത്തെ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുഞ്ഞുങ്ങളെ ഇട്ടിട്ട് എങ്ങും പോകാൻ പറ്റത്തില്ല. അങ്ങനെ വല്ല അറിഞ്ഞു കഴിഞ്ഞാൽ സേഫ് ഗാർഡിങ് ഇഷ്യൂസ്, അങ്ങനെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട്.
ഞാൻ വീണ്ടും പ്രാർത്ഥിച്ചു, ഈശോ എനിക്ക് ഒരു ജോലി തന്ന് വീണ്ടും എന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ 6 മന്ത്സിനുള്ളിൽ അവിടെ ചെല്ലുന്ന ഞാൻ ഫെബ്രുവരി 11, 2024 അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് ഒരു 6 മന്ത്സ്, അതായത് ഓഗസ്റ്റിൽ ഞാൻ ചുമ്മാ ഒരു നൈറ്റ് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നപ്പം ഞാൻ ചുമ്മാ ഒരു ഇൻഡീഡിനകത്ത് അപ്ലൈ ചെയ്തു. അതും മാതാവിൻ്റെ പച്ചത്തിരിയിലുള്ള പേരിലുള്ള ഗ്രീൻ ഹിൽ എന്ന് പറഞ്ഞാൽ ഞാൻ വെറുതെ ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തു. എനിക്കറിയാം കിട്ടത്തില്ല എന്ന് പറഞ്ഞാൽ 6 മന്ത്സ് ഒരു എക്സ്പീരിയൻസ് ഇല്ല, ഒന്നുമില്ല, അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു എന്നാലും ഒന്ന് അപ്ലൈ ചെയ്യാം. നെക്സ്റ്റ് ഡേ തന്നെ അവരെന്നെ വിളിക്കുകയും എൻ്റെ അടുത്ത് പറഞ്ഞു ഇൻ്റർവ്യൂവിന് വരാമെന്ന് പറഞ്ഞു. അന്നേരവും എനിക്കൊരു സ്കോപ്പും ഇല്ല. ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പറ്റുമോയെന്നോ അല്ലെങ്കിൽ പാസ്സാവുമെന്നോ അല്ലെ അവിടെ സ്പോൺസർഷിപ്പ് ഉണ്ടോയെന്നോ. സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിലേ നിൽക്കാനും പറ്റത്തുള്ളൂ, മറ്റേ ജോലിയിൽ നിന്ന് എനിക്ക് റിസൈൻ ചെയ്തിട്ട് ന്യൂ ജോബിലോട്ട് കയറാനും പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും ഞാൻ പോയി ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അന്ന് ഒരു ട്യൂസ്ഡേ ആയിരുന്നു. അന്ന് ഞാൻ അച്ഛൻ്റെ ഓൺലൈൻ ഉടമ്പടി ധ്യാനം കൂടിക്കൊണ്ടാണ് ഞാനും എൻ്റെ ഹസ്ബൻഡും കുഞ്ഞും കൂടി പോകുന്നത്. അവിടെ ചെന്നു, ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു. അവരെൻ്റെ അടുത്ത് ചോദിച്ചു നിനക്ക് എന്തോ വേണ്ടത്. ഞാൻ പറഞ്ഞു എനിക്ക് സ്പോൺസർഷിപ്പ് വേണം, എനിക്ക് എന്നാലേ ജോലി കണ്ടിന്യൂ കയറാൻ പറ്റത്തുള്ളൂ. എന്നാൽ അവർ പറഞ്ഞു ഓക്കെ, ഞങ്ങൾ എൻ്റെ മാനേജറുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഞങ്ങൾ നിന്നെ കോൺടാക്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് 2-3 ഡേയ്സ് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഓക്കെ ഞങ്ങൾ സ്പോൺസർഷിപ്പ് തരാമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് ഒത്തിരി ഡിലേ വന്നു. അന്നേരം എൻ്റെ ഈ ജോലിയിൽ ഞാൻ അവരോട് പറഞ്ഞില്ല, ഞാൻ ആ ജോലി കണ്ടിന്യൂ ചെയ്യുക, സ്പോൺസർഷിപ്പ് ഉണ്ടെങ്കിൽ നിൽക്കാനും പറ്റത്തുള്ളൂ. അങ്ങനെ എന്തായാലും സെപ്റ്റംബർ 30 എനിക്ക് മാതാവ് പുതിയ വിസ തന്ന് അനുഗ്രഹിച്ചു. അങ്ങനെ ഞാൻ ആ പുതിയ ജോലിയിൽ കയറി. അങ്ങനെ മാതാവിനെ കൊടാനുകൊണ്ട് തന്നി, അമ്മ മാതാവിന് തിരുക്കുമാരനും തന്ന. പിന്നെ ഞാൻ എൻ്റെ കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇവിടെ അമ്മയുടെ കാശ് അയച്ചു കൊടുക്കുമായിരുന്നു. ഇവിടെ അമ്മമാർക്ക് ഫുഡ് മേടിച്ചു കൊടുക്കാനും, പിന്നെ ഞാൻ ഈ ഫേസ്ബുക്കിലും അതിലൊക്കെ ഒത്തിരി പേര് കുഞ്ഞുങ്ങൾക്ക് ബുദ്ധിമുട്ടുന്ന സഹായവും അന്ന് ഞാൻ ഓൺലൈൻ ത്രൂ പേയ്മെൻറ്റ് ചെയ്യുകയും അങ്ങനെയൊക്കെ ചെയ്തായിരുന്നു. പിന്നെ ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് നിന്ന ആൻറ്റിയുടെ മോക്ക് ഫീസ് അടയ്ക്കാനൊക്കെ കാശ് കൊടുക്കുകയും, പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ് പത്രം മേടിച്ച് വേളാങ്കണ്ണിക്ക് കൊണ്ട് കൊടുക്കുകയും, പിന്നെ ഇംഗ്ലീഷ് പത്രം മേടിച്ച് UK അവിടെ ഉള്ള പള്ളികളിലും അവിടെയൊക്കെ കൊടുക്കുകയും ചെയ്തു. എനിക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങളും അമ്മ മാതാവിനും തിരുക്കുമാരനും കൊടാനും കൂടി നന്ദി ഞാൻ പറയുന്നു. എൻ്റെ ആത്മീയത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാ ആഴ്ചയിലും എനിക്ക് പറ്റുന്ന സമ്മേളനങ്ങളിലെല്ലാം ഞാൻ സൺഡേസിൽ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പിന്നെ കുമ്പസാരിക്കാനുള്ള അവസരങ്ങളൊന്നും ഞാൻ മുടക്കാറുമില്ല. പിന്നെ ഇവിടെ വെച്ചായിരുന്നപ്പോൾ നാട്ടിലായിരുന്നപ്പോൾ എല്ലാ ദിവസവും ഞാൻ എൻ്റെ 3 കുഞ്ഞുങ്ങളെയും കൊണ്ട് എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോകുമായിരുന്നു. എല്ലാ 2 ആഴ്ച കൂടുമ്പോൾ ഞാൻ കുമ്പസാരിക്കുകയും ചെയ്യുമായിരുന്നു. അവിടെ ചെന്ന് എല്ലാ ആഴ്ചയിലും എല്ലാ ഞായറാഴ്ച പള്ളിയിൽ പോകാൻ പറ്റുന്ന അവസരങ്ങളിലെല്ലാം ഞാൻ പള്ളിയിൽ പോവുകയും വിശുദ്ധ കുർബാന മുടക്കാതെയും കുഞ്ഞുങ്ങളെയും ആത്മീയതയെ വളരാനും അവരെ എൻകറേജ് ചെയ്യുകയും ചെയ്യാറുണ്ട്. പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനുകോടി നന്ദി. എൻ്റെ പേര് റെനീഷ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ കട്ടയ്ക്കോട് ഇടവകയിലെ സെൻറ്റ് ആൻ്റണീസ് ഫെറോന ദേവാലയത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇവിടെ നിൽക്കുന്നത് എനിക്ക് 0 മെരിറ്റാണ്. പക്ഷേ എൻ്റെ മാതാവിൻ്റെ ഒരു ഗ്രേസ് കൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ നിൽക്കുന്നത്. എല്ലാവരുടെയും പ്രാർത്ഥനകളുകൊണ്ടും എൻ്റെ മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് എനിക്കിവിടെ ഇന്ന് വരാൻ പറ്റിയത് തന്നെ. ഈ ആൾത്താരെ നിൽക്കുമ്പോൾ തന്നെ ഇന്ന് എൻ്റെ ഏറ്റവും സന്തോഷം നിറഞ്ഞൊരു ദിവസമാണ്. കാരണം ഞാൻ ആദ്യമായിട്ട് ഇവിടെ ജസ്റ്റ് ഉടമ്പടി എന്താണെന്ന് അറിഞ്ഞുകൂടാ, വേറെ ഒന്നും അറിയില്ല, കൂടുതലൊന്നും അറിയില്ല. എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓരോരുത്തരെയും വാക്ക് കേട്ടുകൊണ്ട് ഇവിടെ ജസ്റ്റ് ഒന്ന് വന്നിട്ട് പോകാം, അല്ലെങ്കിൽ വേറെ ഇവിടെ വരുന്നവർക്കെല്ലാം എന്തോ ഒരു അനുഗ്രഹം കിട്ടുന്നു എന്നുള്ള ആ ഒരു ഇത് കൊണ്ട് മാത്രമാണ് ഞാനിവിടെ ആദ്യമായി വന്നത്. പക്ഷേ വന്നു കഴിഞ്ഞിട്ട് ഞാനും എല്ലാവരെയും പോലെ കാണിക്കേട്ടു, പ്രാർത്ഥിച്ചു, അങ്ങ് പോയി. പിന്നെ അത് 2024 ഓഗസ്റ്റിലാണ് ഞാൻ ആദ്യമായിട്ട് ഇവിടെ വരുന്നത്. പിന്നെ അടുത്ത് വന്നിട്ട് 1 മാസം കഴിഞ്ഞ് ഞാൻ വീട്ടിൽ പോയിട്ടും എനിക്ക് എന്തൊക്കെയോ ഇങ്ങനെ ഞാൻ ഇവിടെയുള്ള പല സാക്ഷ്യ വീഡിയോകളും കാണുമായിരുന്നു. അപ്പോഴും നോക്കുമ്പം ഓരോരുത്തർക്കും അവർക്ക് പെട്ടെന്ന് ഇങ്ങനെ സമയ ചുരുക്കം കൊണ്ട് അവർക്ക് പെട്ടെന്ന് അവരുടെ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. ഞാൻ ഒരു ബിടെക് കഴിഞ്ഞ ആളാണ്, എന്നിട്ട് ഞാൻ ഈ ഒരിടവും എത്തിയില്ല. എൻ്റെ കൂടെയുള്ളവരെല്ലാം നല്ല ജോലി, നല്ല കുടുംബം, ബാക്കി കാര്യങ്ങളെല്ലാം ആയിട്ട് പോയിട്ട് പോലും ഞാൻ ഇപ്പോഴും 0യിൽ തന്നെ നിൽക്കുന്നതായിരുന്നു. പക്ഷേ ഇന്ന് എനിക്കിവിടെ അഭിമാനത്തോടെ നിൽക്കാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് ഒരു സർക്കാർ ജോലിയാണ്. അത് വില്ലേജ് ഫീൽഡ് അസിസ്റ്റൻ്റായിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്.
എനിക്ക് ഇത് 14-ാം തീയതിയാണ് ഈ ഒരു അപ്പോയിൻമെൻറ്റ് ഓർഡർ ലഭിക്കുന്നത്. എൻ്റെ മാതാവിന് 1000 നന്ദി. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു പബ്ലിക്കിൽ തന്നെ ഇങ്ങനെ ഇങ്ങനെ നിൽക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. അതെൻ്റെ മാതാവിൻ്റെ മഹത്വത്തിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് എനിക്ക് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ആദ്യമായിട്ട് ഉടമ്പടി എടുക്കുന്നത് 6/9/2024. അന്ന് ഞാൻ ഉടമ്പടി എടുത്ത് 4 പ്രാവശ്യം പുതുക്കി. പക്ഷേ പുതുക്കിയിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ കയ്യിൽ എപ്പോഴും ഈ കാശ് രൂപമുണ്ട്. ഞാൻ എവിടെ പോയാലും ഈ ഒരു കാശ് രൂപം ഞാൻ കൂടെ കൊണ്ടു നടക്കും. എൻ്റെ ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലായാലും, എനിക്ക് വിഷമം വരുമ്പോഴായാലും, എനിക്ക് എന്തൊരു സാഹചര്യം ഉണ്ടായാലും ഈ ഒരു കാശ് രൂപം മാത്രമാണ് എൻ്റെ കൂടെ ഉള്ളത്. എന്ന് പറയുമ്പം ആരെന്ത് പറഞ്ഞാലും എനിക്ക് പലരും എന്നെ കളിയാക്കിയിട്ടുണ്ട്. കാരണം എൻ്റെ പപ്പ മരിച്ചിട്ട് 18 വർഷത്തിൽ കൂടുതലായി. എനിക്ക് ഞാൻ ബിടെക്കിന് ചേർന്നപ്പോഴേ എല്ലാവരും അവനെക്കൊണ്ട് പഠിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ അവൻ എങ്ങനെയാണ്, ഓരോന്ന് പറഞ്ഞ് എല്ലാവരും ബാക്കിലോട്ടാക്കാനേ നോക്കിയിട്ടുള്ളൂ. പക്ഷേ എനിക്ക് ഈ ജോലി ആരും പ്രതീക്ഷിച്ചില്ല. കാരണം എനിക്ക് ഒരു ജോലി മാത്രമല്ല, എൻ്റെ വീടിൻ്റെ കാര്യങ്ങളും എല്ലാം വെച്ചിട്ട് എനിക്ക് ഒരുപാട് ജോലി, പല വേഷങ്ങളും കെട്ടേണ്ടി വന്നിട്ടുണ്ട്. എന്നിരുന്നാൽ പോലും ഇന്നെനിക്ക് ഈ ഒരു ജോലി കിട്ടുമ്പം അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് മാത്രമാണ്. ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ 4 പുതുക്കൾ കഴിഞ്ഞിട്ട് ഞാനിങ്ങനെ എപ്പോഴും എൻ്റെ ഈ കാശ് രൂപം കൂടെ കാണും. ഞാൻ നിലവിൽ ഊബർ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ഞാനൊരു പ്രൈവറ്റ് സ്ഥാപനത്തിൽ വർക്ക് ചെയ്തിട്ട് എനിക്ക് അവിടെ നിന്ന് 3-4 മാസത്തെ ശമ്പളം തരാതിരുന്നു. പിന്നെ എനിക്ക് എഡ്യൂക്കേഷൻ ലോണ് കാര്യങ്ങളെല്ലാം അടയ്ക്കാനുള്ളത് കൊണ്ടും എനിക്ക് എൻ്റെ സാമ്പത്തിക നില അത്രയ്ക്ക് ഇത്തിരി പ്രശ്നമായതുകൊണ്ടും പിന്നെ ഞാൻ മുത്തൂറ്റിൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ കോൺട്രാക്റ്റ് വർക്ക് എടുത്ത് അങ്ങനെയൊക്കെ ചെയ്തുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെ ഒരിക്കലൊരു സൈറ്റിലൊന്ന് വീഴ്ച ഉണ്ടാകുന്നു. പിന്നെ എൻ്റെ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ പോലും വയ്യാത്തൊരു സാഹചര്യം ആയിരുന്നു. എന്നിട്ടും ഞാൻ ഇവിടെ ആകപ്പാട് ചെയ്തത് മാതാവിൻ്റെ ആ ഒരു തൈലം, അത് മാത്രമാണ് ഞാൻ മരുന്നായിട്ട് ഇന്ന് ഈ നിമിഷം വരെ ഞാൻ പുരട്ടിയിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ആ ഒരു തൈലം കൊണ്ട് മാത്രമാണ് എൻ്റെ കൈ ശരിയായത്. പിന്നെ ആ ഒരു സാഹചര്യത്തിൽ പോലും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ഈ ഒരു കാശ് രൂപമാണ്. എന്നിട്ടും പിന്നെ 2-3 മാസം ഞാൻ ഇങ്ങനെ റെസ്റ്റിലായിരുന്നു. പിന്നെ എനിക്ക് അടുത്ത് എന്തോന്ന് ചെയ്യണം, എനിക്ക് ജോലി എപ്പോൾ കിട്ടും അന്നൊന്നും ഒരു ഐഡിയ ഇല്ല. അങ്ങനെയാണ് ഞാനിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ ഉള്ള 1-2 പേരിങ്ങനെ പറഞ്ഞു ഇപ്പം തൽക്കാലം ഒരു അപ്പോയിൻമെൻ്റ് ആവുന്നത് ഒരു ഊബറോ അങ്ങനെ എന്തെങ്കിലും നോക്കാൻ പറഞ്ഞു. ഞാൻ അങ്ങനെ പിന്നെ അതിലോട്ട് പോയി. എന്നാൽ പോലും എനിക്കിവിടെ നിൽക്കുമ്പോൾ എനിക്കൊരു വല്ലാത്ത ഒരിതാണ്. കാരണം ഒരു വല്ലാത്ത സാഹചര്യത്തിൽ കൂടെയാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പോണത്. ആദ്യത്തെ പ്രാവശ്യം എൻ്റെ കാശ് രൂപം നഷ്ടമായി. ഞാൻ അന്ന് വീട്ടിൽ 11:30-11:45 ഞാൻ എവിടെയൊക്കെ പോയിട്ടുണ്ടോ ആ ഒരു രാത്രി തിരുവനന്തപുരം സിറ്റിയിലെ അടച്ചു കിടന്ന പെട്രോൾ പമ്പിൽ വരെ ഞാൻ പോയിട്ട് ഞാൻ അവരോട് ആ സെക്യൂരിറ്റിയോട് പറഞ്ഞു, ചേട്ടാ എനിക്കതൊന്ന് തുറന്നു തരുമോ, എൻ്റെ ഒരു കാശ് രൂപം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പോഴയാൾക്ക് കാശ് രൂപം എന്താണെന്ന് അറിഞ്ഞൂടെ. കാരണം അയാളൊരു അക്രൈസ്തവനാണ്. അയാൾ കാശ് രൂപം എന്താണ്, കൃപാസനം എന്താണ്, അങ്ങനെ ആ ഒരാളുടെ മുമ്പിൽ ഇതൊക്കെ എനിക്ക് പറയാൻ പറ്റിയ ചിലപ്പം അതിന് വേണ്ടിയിട്ടായിരിക്കാം. അയാൾക്കും അയാളുടെ സാഹചര്യവും കുറേ അയാളുടെ വിഷമതകളും കാര്യങ്ങളും എൻ്റെ കൂടെ പറഞ്ഞു. അയാളും ഇത് എവിടെയാണ്, എങ്ങനെയാണ്, ഞങ്ങൾക്ക് ഉടമ്പടി എടുക്കാൻ പറ്റുമോ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഷെയർ ചെയ്യാനും പറ്റി. പക്ഷേ ഞാൻ ഫുള്ള് എൻ്റെ വണ്ടിയും വീടും പരിസരവും ഞാൻ അന്ന് എവിടെയൊക്കെ പോയോ ഈ കാശ് രൂപം, എൻ്റെ കയ്യിലുള്ള ഈ കാശ് രൂപം ഞാൻ അന്വേഷിച്ചു, കിട്ടിയില്ല. എന്നിട്ടും ഞാൻ അന്ന് പിറ്റേന്ന് ഉള്ള ഏറനാടിന് രാവിലെ ആ ഒരു ട്രെയിനിന് വീണ്ടും ഞാൻ അന്ന് രാത്രി ഈ കാശ് രൂപം അന്വേഷിച്ചിട്ട് ഫുള്ള് കിട്ടാതെ വന്നു. 12-12:30 വീട്ടിലെത്തി. എന്നിട്ട് ഞാൻ രാവിലെ വെളുപ്പാങ്കാലത്ത് ആ 3-3:30 ഏറനാടിന് രാവിലെ ഇവിടെ കൃപാസനത്ത് വന്നിട്ട് ഇവിടെ ഒന്ന് അന്വേഷിച്ചു. എൻ്റെ കാശ് രൂപം നഷ്ടമായി, എനിക്കിനി എങ്ങനെ കിട്ടും. ഇവിടെ നിന്ന് സിസ്റ്റർ പറഞ്ഞു പുതിയ ഉടമ്പടി എടുക്കേണ്ടി വരും. എന്നാലും എനിക്ക് ആ പഴയതിൻ്റെ ആ ഒരു ഇത് കിട്ടൂലല്ലോ പുതിയത് വന്നാലും. പക്ഷേ എൻ്റെ മാതാവിൻ്റെ ഇതുകൊണ്ട് അന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് പോയി. പിറ്റേന്ന് ഞാൻ നോക്കിയപ്പം എൻ്റെ അവിടെ കംപ്ലീറ്റ് ഞാൻ അരിച്ചതാണ്. ഈ രൂപം വണ്ടിയുടെ സീറ്റിൻ്റെ മുകളിലിരിക്കുന്നത്. അതെങ്ങനെയാണെന്നൊന്നും എനിക്ക് അറിഞ്ഞുകൂടാ. മാതാവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് ഉള്ളതിന് ഏറ്റവും വലിയ തെളിവാണ് ഈ കളഞ്ഞുപോയ കാശ് രൂപം വന്നത്. പിന്നെ ഇന്ന് ഞാൻ ഇവിടെ നിൽക്കുമ്പോഴും ഈ മാതാവിൻ്റെ കൃപയില്ലെങ്കിൽ എനിക്ക് ഒരിക്കലും ഇവിടെ നിൽക്കാൻ പറ്റൂല. കാരണം ആ ഒരു വല്ലാത്ത ഒരു സാഹചര്യത്തിൽ കൂടെയാണ് എൻ്റെ ലൈഫ് എപ്പോഴും കടന്നു പോയിട്ടുള്ളത്.
പിന്നെ കാരുണ്യ പ്രവർത്തനമായിട്ട് ഞാൻ ഇപ്പം എൻ്റെ ആ ഒരു തൊഴിൽ സാഹചര്യം വെച്ചിട്ട് ഞാൻ എൻ്റെ ഇപ്പം വണ്ടിയിൽ വരുന്നവരോട് ഇങ്ങനെ ക്യാൻസർ പേഷ്യൻ്റ് അല്ലെങ്കിൽ രോഗികൾ, പാവപ്പെട്ട അങ്ങനെ ഉള്ള ആൾക്കാർ കാണും. അവരുടെ നിന്ന് അങ്ങനെ കാശ് വാങ്ങിക്കാറില്ല. പിന്നെ എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിലെല്ലാം ഞാൻ ഓരോന്നിങ്ങനെ സഹായങ്ങൾ ചെയ്തു കൊടുക്കും. അടുത്ത പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുമ്പം ഇവിടെയുള്ള കൃപാസന പത്രം, അത് ഞാനാണെങ്കിൽ എൻ്റെ വണ്ടിയിൽ കയറുന്നവരായാലും ഇപ്പം RCCയുടെ ആ ഒരു പരിസരത്തായാലും കൂടുതലും ഞാൻ കൊടുക്കുന്നതെന്ന് പറയുമ്പോൾ ഹിന്ദുക്കൾ, മുസ്ലിങ്ങൾ അങ്ങനെയുള്ള ആൾക്കാർക്കാണ്. അപ്പോൾ അവർക്കിങ്ങനെ പറഞ്ഞു കൊടുക്കും. പറഞ്ഞു കൊടുത്തിട്ടാണ് ഓരോന്ന് ചെയ്യുന്നത്. പിന്നെ പാവപ്പെട്ട ആൾക്കാർക്ക് ഇങ്ങനെ ഫുഡ് വാങ്ങി കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ വീട്ടിലെന്ന് ഞാൻ എപ്പോൾ ഇറങ്ങിയാലും ഞാൻ ആ തൈലോടുത്ത് കുരിശ് വരയ്ക്കാതെ ഞാൻ ഇറങ്ങൂല, എവിടെയും പോവില്ല. അതേപോലെ തന്നെ രാത്രി ആയാലും ഡെയിലി ഒരു കൊന്തെങ്കിലും ചൊല്ലാതെ ഇന്നേ വരെ ഞാൻ ഉറങ്ങിയിട്ടില്ല. കുർബാനകൾ എനിക്ക് ദിവസങ്ങളിൽ എനിക്ക് അങ്ങനെ പോകാൻ പറ്റാറില്ല. പിന്നെ ഒരു ഞായറാഴ്ച വരെയും ഈ നിമിഷം വരെ എനിക്ക് എൻ്റെ ദൈവത്തിൻ്റെ കൃപ കൊണ്ട് എനിക്ക് മുടങ്ങേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല. സീറോ മെരിറ്റായി എന്നെ ഈ ഒരു ഇതിൽ ഇത്ര എത്തിച്ചത് എൻ്റെ പരിശുദ്ധ അമ്മയാണ്. അടുത്ത ഞാൻ രണ്ടാമത്തെ പുതുക്കലിന് ശേഷമാണ് ഇവിടെ ജോസഫ് അച്ഛനെ കാണാൻ വേണ്ടിയിട്ട് വരുന്നത്. കാരണം ഞാൻ PSCയുടെ 20ഓളം ലിസ്റ്റിൽ പെട്ടിട്ടുണ്ട്. എന്നിട്ടും കോഴിക്കോട് LD വന്നിട്ടും ഒന്നിലും ഞാൻ അങ്ങനെ എനിക്ക് അവസരം കിട്ടിയില്ല. ഒരു എക്സാം വന്നിട്ട് എനിക്ക് 6ാമത്തെ റാങ്ക് വരെ കിട്ടി. എന്നിട്ടും ഞാൻ കിട്ടും എന്നുള്ള ആ ഒരു പ്രതീക്ഷയായിരുന്നു. എൻ്റെ പേരിൽ ആ ഒരു സ്ഥാപനത്തിൽ 6ാമത്തെ റാങ്ക് എന്ന് പറഞ്ഞ ഒരു ഫ്ലെക്സ് വരെ വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് അതിൻ്റെ മുന്നിൽ കൂടെ പോകുമ്പം അത് നോക്കിക്കൊണ്ട് പോകാനുള്ള ആ ഒരു ഇത് മാത്രമേ എനിക്ക് വന്നിട്ടുള്ളൂ. ഇന്നേ വരെ എനിക്ക് ആ ഒരു സർവീസിൽ കയറാൻ പറ്റിയിട്ടില്ല. അത് ദൈവം അച്ഛൻ വഴി എന്നെ ഇവിടെ എത്തിച്ചു. രണ്ടാമത്തെ പുതുക്കലിന് വന്നതിന് ശേഷം ഒരാഴ്ചയ്ക്ക് ശേഷമാണ് ഞാൻ അച്ഛനെ കാണാൻ വരുന്നത്. അച്ഛനെ കണ്ട് അച്ഛൻ എൻ്റെ തോളി തട്ടിയിട്ട് പറഞ്ഞു, അടുത്ത ഉടനെ അപ്പോയിൻമെൻറ്റ് ലഭിക്കും, ആ ഒരു സമയത്ത് ഉടനെ തന്നെ ഇവിടെ ഒന്ന് സാക്ഷ്യം പറയണമെന്ന് പറഞ്ഞു. ഞാൻ ജോയിൻ ചെയ്യണതിന് മുന്നേ തന്നെ എനിക്ക് ഈ ഒരു ലെറ്ററുമായിട്ട് ഇവിടെ വരാൻ പറ്റിയതിനും എൻ്റെ കൂടെ എപ്പോഴും എൻ്റെ മാതാവ് ഉണ്ടായിരുന്നതിനും എല്ലാവർക്കും എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. എൻ്റെ അമ്മയ്ക്ക് 1000 നന്ദി.